ഭൗമ രാഷ്ട്രീയ കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ തുടരുന്ന ഈ കാലഘട്ടത്തിൽ ലോകം വീണ്ടും ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധത്തിലേക്ക് ഉറ്റുനോക്കുകയാണ്. കാരണം ഈ രണ്ട് പുരാതന സംസ്കാരങ്ങൾക്കുള്ളിലുണ്ടായിട്ടുള്ള സൗഹൃദം എപ്പോഴും ആഗോള നയതന്ത്രത്തിൽ ആവേശം സൃഷ്ടിക്കുന്നതാണ്. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ബന്ധം സാധാരണ രാജ്യങ്ങൾക്കിടയിലുള്ളതല്ല, വളരെ പുരാതന കാലം മുതൽ നിലനിൽക്കുന്നതാണത്. 2016 നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ആദ്യ ഇറാൻ സന്ദർശന വേളയിൽ ഒരു വാക്ക് ഉരുവിട്ടിരുന്നു: ദോസ്തി. ഹിന്ദിയിൽ ദോസ്തി എന്നാൽ സൗഹൃദം എന്നാണ് അർത്ഥം. ഇറാന്റെ ഭാഷയായ ഫാർസിയിലും ദോസ്ത് എന്നാൽ സുഹൃത്തെന്ന് തന്നെയാണ് അർത്ഥം. ഈ ഒരൊറ്റ വാക്ക് ഇന്ത്യയും ഇറാനെയും ഒരു പഴയ കഥയിലേക്ക് കൊണ്ടുപോയി. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധം വെറും നയതന്ത്ര ബന്ധം മാത്രമല്ല, ആ ബന്ധത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഇരു രാജ്യങ്ങളിലെയും പുരാതന സംസ്കാരങ്ങൾ ഇനിയും പഠന വിഷയങ്ങളായി തുടരുമ്പോൾ ഇരുവരുടെയും തുടക്കം ആധുനിക അഫ്ഗാനിസ്ഥാനിലോ മറ്റോ ആയിരിക്കാമെന്നാണ് ചരിത്രകാരന്മാരുടെ നിരീക്ഷണം. 3000 BC-യിൽ ഇന്ത്യയുടെ കുല്ലി സംസ്കാരത്തിലുണ്ടായിരുന്ന പെട്ടികൾ ഇറാനിലെ സൂസ നഗരത്തിൽ കണ്ടെത്തിയതായിട്ടുള്ള തെളിവുകൾ ഇന്ത്യയും ഇറാനും തമ്മിലുള്ള സാംസ്കാരിക കൈമാറ്റത്തിന്റെ സൂചകമാണ്. സിന്ധു നദീതട നാഗരികതയുടെ നാണയങ്ങൾ ഇറാനിലെ നഗരങ്ങളിൽ നിന്ന് ലഭിച്ചതും ഈ ബന്ധത്തിന്റെ ആദ്യ ചുവടുകളായി കണക്കാക്കപ്പെടുന്നു. 2000 BC-യോടെ മധ്യേഷ്യയിൽ നിന്നുള്ള ആര്യൻ ജനത രണ്ടായി പിരിഞ്ഞപ്പോൾ ഒരു വിഭാഗം ഇറാനിലെ മലനിരകളിലും മറ്റൊരു വിഭാഗം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും കുടിയേറി. ഇതാണ് സംസ്കൃതവും ഫാർസിയും തമ്മിലുള്ള ഭാഷാ സാമ്യങ്ങളുടെ കാരണമായത്. ഒരേ വേരുകളിൽ നിന്നുള്ള ജനത ഓരോ കാലഘട്ടത്തിൽ വ്യത്യസ്ത ദിശകളിലേക്ക് വളർന്നു. പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വടക്കു ഭാഗങ്ങൾ പേർഷ്യൻ ഭരണത്തിന് കീഴിലായിരുന്നു. അന്നത്തെ സാമൂഹികവും സൈനികവുമായ ബന്ധങ്ങൾ ഇന്നത്തെ നയതന്ത്രത്തിന്റെ അടിസ്ഥാനം വെച്ചു. അലക്സാണ്ടർ ദി ഗ്രേറ്റ് ഇന്ത്യയിലെത്തിയപ്പോഴും ഹെലനിസ്റ്റിക് ഇടപെടലുകൾ ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധത്തെ ശക്തമാക്കിയിരുന്നു. ചന്ദ്രഗുപ്ത മൗര്യൻ കാലത്ത് തുടങ്ങിയ സാംസ്കാരിക കൈമാറ്റം ഹ്യൂമയോൺ കാലത്ത് ഇരട്ടി വേഗത്തിൽ വളർന്നു. 1540-ൽ സമരം തോറ്റ ഹ്യൂമയോൺ ഇറാനിൽ അഭയം തേടിയപ്പോൾ സഫാവിദ് സാമ്രാജ്യത്തിന്റെ അഭയം അദ്ദേഹത്തിന്റെ ജീവിതകാലത്തേക്ക് ഒരു കടപ്പാടായി മാറി. ഇറാന്റെ സഹായത്തോടെ ഹ്യൂമയോൺ ഡൽഹി തിരിച്ചുപിടിച്ചുവെന്നത് വെറും രാഷ്ട്രീയ വിജയമല്ലായിരുന്നു, പകരം പേർഷ്യൻ കലയും സാഹിത്യവും ഇന്ത്യയിലേക്ക് ഒഴുകിയ ഒരു സാംസ്കാരിക പ്രവാഹം കൂടിയായിരുന്നു അത്. മുഗൾ കൊട്ടാരത്തിൽ പേർഷ്യൻ ഭാഷ ഔദ്യോഗികമാവുകയും ഇന്ത്യയിലെ കാവ്യരചനകളും ചരിത്ര പ്രബന്ധങ്ങളും പേർഷ്യനിലായി ഉയരുകയും ചെയ്തു. പക്ഷേ എല്ലാം അത്രമേൽ മധുരമായിരുന്നില്ല. ബ്രിട്ടീഷ് അധീനത ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധങ്ങൾ മങ്ങുന്ന തരത്തിലേക്ക് നയിച്ചു. പിന്നീട് ഇരു നാടുകളും വ്യത്യസ്ത രാഷ്ട്രീയ വഴികളിലേക്ക് നടന്നു. ഇറാൻ പാശ്ചാത്യ ശക്തികളോട് ചേർന്നു, പാകിസ്ഥാനുമായി കൂട്ടുകെട്ടുണ്ടാക്കി. അതേസമയം ഇന്ത്യ സോവിയറ്റ് യൂണിയനോട് ചേർന്ന് തൻ്റേതായ സ്വതന്ത്ര പാതയിൽ സഞ്ചരിച്ചു. 1970-കളോടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയും എണ്ണയുടെ ആവശ്യകതയും ഇന്ത്യയെ ഇറാനുമായി വീണ്ടും ബന്ധിപ്പിച്ചു. ഷാ മുഹമ്മദ് റസ പഹ്ലവി ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ആ ബന്ധം തകർച്ചയിലായിരുന്നില്ലെന്ന് തെളിയിച്ചു. 1979-ലെ ഇറാനിലെ ഇസ്ലാമിക വിപ്ലവം ഇന്ത്യയെ വലിയ രീതിയിൽ ബാധിച്ചില്ലെങ്കിലും അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ ഇന്ത്യയും ഇറാനും വീണ്ടും ഒരേ തട്ടിൽ എത്തുകയായിരുന്നു. ഇരുവരും നോർത്തേൺ അലയൻസിനെ പിന്തുണച്ചതിലൂടെ ആ പഴയ സഹകരണത്തിന്റെ ഉറവിടം വീണ്ടും പിറവിയെടുത്തു. ഇന്ത്യക്കിപ്പോൾ ഇറാനുമായി സാമ്പത്തികവും ഭൗമരാഷ്ട്രീയപരവുമായ ലക്ഷ്യങ്ങളുണ്ട്. ഇറാനിലെ ചാബഹാർ തുറമുഖം ഇന്ത്യക്ക് പാകിസ്ഥാനെ ഒഴിവാക്കി മധ്യേഷ്യയിലേക്കുള്ള വഴി തുറക്കുന്നു. അതേസമയം ഇറാനും ഇന്ത്യയെ ഒരു വിശ്വസ്ത പങ്കാളിയായി കാണുന്നു. അമേരിക്കയുടെ ഉപരോധങ്ങൾ, ചൈനയുടെ സാമ്പത്തിക സ്വാധീനം എന്നീ പശ്ചാത്തലത്തിൽ ഇന്ത്യയെ ഒരു നിശ്ചിത ദൂരത്തിലെങ്കിലും സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന തിരിച്ചറിവാണ് ഇറാനിൽ നിന്നും ഉയരുന്ന ശബ്ദം. 2019-ൽ അമേരിക്കൻ ഉപരോധങ്ങൾ മൂലം ഇന്ത്യ ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തിയതോടെ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധത്തിൽ വീണ്ടും വിള്ളൽ വീണിരുന്നു. ചരിത്രം പങ്കുവച്ചുകൊണ്ട് മാത്രമല്ല, സമാന സംസ്കാരങ്ങളുടെയും സമാന താല്പര്യങ്ങളുടെയും സഹകരണത്തിലൂടെ മാത്രമേ ഇരു രാജ്യങ്ങൾക്കും മുന്നോട്ടു പോകാൻ കഴിയൂ. ആ സഹകരണം പ്രത്യക്ഷമായും ആന്തരികമായും ഉപരിവിപ്ലവങ്ങളെയും രാഷ്ട്രീയ സാഹചര്യങ്ങളെയും മറികടക്കേണ്ടതായിരിക്കും. ഇന്ത്യയുടെ തീരുമാനങ്ങളിലാണ് ഈ ദോസ്തിയുടെ ഭാവി. പഴയ സ്നേഹത്തിന്റെ കനലുകൾ ഇപ്പോഴും കെടാതെ കിടക്കുന്നുണ്ട്. അത് ഇനിയും പുതുക്കാനാകും. ശതാബ്ദങ്ങളായി കൈപിടിച്ചാണ് ഇന്ത്യയും ഇറാനും ഈ ദോസ്തിയെ നിലനിർത്തിയിരുന്നത്. ഇനി ആ കൈ വിട്ടുകളയാതെ ചരിത്രത്തിൽ നിന്ന് പഠിച്ച് നവീന അവസരങ്ങളെ ഉപയോഗപ്പെടുത്തി ഈ ദോസ്തി മുന്നോട്ടു പോകേണ്ടതുണ്ട്.